ഉള്ളിലെ സർപ്പം. ഒരു രാജ്യത്ത് ദേശശക്തി എന്നൊരു രാജാവുണ്ടായിരുന്നു. രാജാവിൻ്റെ മകൻ ഒരു രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഒരു സർപ്പം വന്നു. കുമാരൻ്റെ വായ്ക്കുള്ളിലൂടെ വയറ്റിൽ കയറിപ്പറ്റി. പിറ്റേന്ന് ഓ വയറിന് വല്ലാത്ത വേദന. അന്നു മുതൽ രാജകുമാരന് ഓരോരോ രോഗങ്ങളായി. കുമാരൻ വശം കെട്ടു. വയ്യ, ഏതെങ്കിലും നാട്ടിലെ വൈദ്യന്മാരെ കണ്ട് ചികിത്സിക്കാം. ഒരു രാത്രി കുമാരൻ കൊട്ടാരം വിട്ട് മറ്റൊരു രാജ്യത്തെത്തി. ഭിക്ഷ എടുത്ത് ജീവിച്ചു. ആ രാജ്യത്തെ രാജാവിന് 2 കുമാരിമാരുണ്ടായിരുന്നു. എന്നും രാവിലെ അവർ രാജാവിനെ വന്ദിക്കാനെത്തും. വരൂ മക്കളെ, എന്തുണ്ട്? രാജാവിന്റെ അനുഗ്രഹത്താൽ സുഖമായിരിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ രാജകുമാരി പറഞ്ഞു, ഓരോരുത്തരും അവരുടെ കർമ്മഫലം അനുസരിച്ച് സുഖദുഃഖം അനുഭവിക്കുന്നു. രാജാവ് വിജയിക്കട്ടെ. രാജാവിന് ദേഷ്യം വന്നു. ധിക്കാരി, അവനവന്റെ കർമ്മഫലമോ? ഇവളെ മറുനാട്ടിൽ നിന്നും വന്ന വല്ലവർക്കും കൊടുത്തോളൂ. കർമ്മഫലം അനുഭവിച്ച് ജീവിക്കട്ടെ. ഭടന്മാർ കൽപ്പന നിറവേറ്റി. അവർ പുറത്തു വന്നപ്പോൾ അന്യനാട്ടുകാരനായ ഭിക്ഷക്കാരൻ കുമാരനെ കണ്ടു. അങ്ങനെ അവർ അയാൾക്ക് രാജകുമാരിയെ നൽകി മടങ്ങിപ്പോയി. എനിക്ക് വിഷമമില്ല, ഞാൻ വിഷമിക്കില്ല. എങ്കിൽ വരൂ. അവർ മറ്റൊരു പട്ടണത്തിനരികിലുള്ള പുഴക്കരയിലെത്തി. അപ്പോൾ കുമാരി പറഞ്ഞു, രോഗിയായ അങ്ങ് ഇവിടെ വിശ്രമിക്കൂ. ഞാൻ പോയി ആഹാരം വല്ലതും കിട്ടുമോ എന്ന് നോക്കാം. ശരി കുമാരി. രാജകുമാരി പോയതും കുമാരൻ അവിടെ കിടന്നുറക്കമായി. സർപ്പം പുറത്തിറങ്ങി. അപ്പോൾ പുറ്റിൽ നിന്നും മറ്റൊരു സർപ്പവും പുറത്തിറങ്ങി. മൺപുറ്റിലെ സർപ്പം കോപത്തോടെ ചോദിച്ചു, നീ എന്തിനാ പാവരാജകുമാരന്റെ വയറ്റിൽ താമസിച്ച് ബുദ്ധിമുട്ടിക്കുന്നത്? നീ എന്താ മൺപുറ്റിലെ 2 നിലയ്ക്കുള്ളിൽ കാവലിരിക്കുന്നത്? ആർക്കെങ്കിലും കൊടുത്തുകൂടെ? ഉടൻ മറ്റേ സർപ്പം തിരിച്ചു ചോദിച്ചു, അപ്പോൾ നീയോ? ആ പുറ്റിൽ എണ്ണയോ വെള്ളമോ ഒഴിച്ചാൽ നീ തീർന്നു. മൺപുറ്റിലെ സർപ്പത്തിന് ദേഷ്യം വന്നു. വലിയ വേല വേണ്ട. രാജകുമാരൻ പഴങ്കഞ്ഞിയിൽ കടുകിട്ട് വേവിച്ച് കഴിച്ചാൽ നിന്റെ കഥ കഴിയും. തിരികെ വന്ന രാജകുമാരി ഇതെല്ലാം ഒളിച്ചിരുന്ന് കേട്ടു. അപ്പോൾ വേഗം വെള്ളം തിളപ്പിച്ച് മൺപുറ്റിൽ ഒഴിച്ചു. അതോടെ സർപ്പത്തിന്റെ കഥ കഴിഞ്ഞു. എന്നിട്ട് സർപ്പം പറഞ്ഞ പോലെ രാജകുമാരന് പഴങ്കഞ്ഞി നൽകി. അതോടെ കുമാരന്റെ ഉള്ളിലെ സർപ്പവും ചത്തു. എനിക്ക് നല്ല ശക്തി തോന്നുന്നു. അങ്ങനെ രോഗം മാറിയ കുമാരൻ നിധിയുമായി സ്വന്തം രാജ്യത്തേക്ക് കുതിച്ചു. ടക് ടക്. മണ്ടൻ കഴുത. കാട്ടിലെ പരാക്രമിയായ സിംഹമായിരുന്നു കരാളകേസരൻ. ഒരിക്കൽ ഒരാനയുമായി കരാളകേസരൻ ഏറ്റുമുട്ടി കാര്യമായ പരിക്കുപറ്റി. ഒയ്യോ ഒയ്യോ. അപ്പോഴാണ് വേലക്കാരനായ ഉറുക്കൻ വന്നത്. അയ്യോ, നമ്മളിനി എങ്ങനെ ജീവിക്കും ഏമാനെ? എടോ, തോമല്ല മൃഗങ്ങളെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാൽ ഞാൻ കഥ കഴിക്കാം. അതേ പറ്റൂ. കുറുക്കൻ സമ്മതിച്ചു. അവർ കാട്ടിനടുത്തുള്ള ഗ്രാമത്തിലെ പുഴക്കരയിലെത്തി. അവിടെ അതാ ഒരു കഴുത. ഈ കഴുതയെ പറ്റിച്ച് കൊണ്ടുപോകാം. നമസ്കാരം അമ്മാവ, എന്തുണ്ട് വിശേഷം? മെലിഞ്ഞു പോയല്ലോ. എന്തു പറയാനാ, പണി തന്നെ പണി. പിന്നെ കിട്ടുന്നത് ഉണക്കപ്പുല്ലും. അമ്മാവ വിഷമിക്കേണ്ട, എന്റെ കൂടെ വാ. നല്ല പച്ചപ്പുല്ലുള്ള സ്ഥലം കാണിച്ചു തരാം. അതെയോ? എങ്കിലുടൻ പോയേക്കാം. അവിടെ നല്ല കഴുത പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് സുഖമായി കഴിയാം. കുറുക്കൻ കഴുതയുമായി ചെന്നതും സിംഹം ഒറ്റ ചാട്ടം. സിംഹം? ചാട്ടം പിഴച്ചതും കഴുത ഓടി രക്ഷപ്പെട്ടു. യോ, തോലച്ചു. ഞാൻ ഒന്നുകൂടെ ചെല്ലാം. ഇനി പിഴക്കരുത്. ഇനി അവൻ വരുമോ? കുറുക്കൻ വീണ്ടും ചെന്നു. അമ്മാവനെന്താ ഓടിയത്? എടോ, ഒരു സിംഹമല്ലേ അത്? ഏയ്, അതൊരു കഴുതപ്പെണ്ണായിരുന്നു. അതെയോ? അങ്ങനെ വീണ്ടും കഴുത ചെന്നു. ഇത്തവണ സിംഹം കൃത്യമായി ചാടി. കഴുതയെ കൊന്നിട്ട് സിംഹം കുളിക്കാൻ പോയി. എന്തൊരു വിശപ്പ്. കുറുക്കൻ കൊതി സഹിക്കാതെ കഴുതയുടെ ചെവിയും ഹൃദയവും കഴിച്ചു. സിംഹം തിരിച്ചെത്തി. അതിന്റെ ചെവിയും ഹൃദയവും എവിടെ? അത് തിരുമേനി, ഈ കഴുതയ്ക്ക് ജന്മന ഹൃദയവും ചെവിയും ഇല്ല. അതെ, ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാമതും ഈ മരമണ്ടൻ ഇങ്ങോട്ട് വരുമായിരുന്നു. കുറുക്കൻ പറഞ്ഞത് ശരിയാണെന്ന് സിംഹത്തിന് തോന്നി. അവർ ബാക്കി മാംസം ഒരുമിച്ച് കഴിച്ചു. 4 പണ്ഡിതന്മാർ.
ഒരു പട്ടണത്തിൽ ചങ്ങാതിമാരായ 4 യുവാക്കൾ ഉണ്ടായിരുന്നു. 3 പേരും പണ്ഡിതന്മാർ, നാലാമൻ സാധാരണക്കാരൻ. വാ, നോക്കിയിരിക്കുകയായിരുന്നു. എന്തോ? ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല. നാട് ചുറ്റണം. രാജാക്കന്മാരെ സന്തോഷിപ്പിച്ച് പണം നേടണം. ഒരു ദിവസം. അതെ, ഇല്ലെങ്കിൽ ഈ പാണ്ഡിത്യം കൊണ്ട് എന്തു കാര്യം? അങ്ങനെ അവർ യാത്രയായി. സാധാരണക്കാരനായ ചങ്ങാതിയെ മനസ്സില്ലാ മനസ്സോടെ അവർ ഒപ്പം കൂട്ടി. പെട്ടെന്ന് എന്താണിത്? ഏതോ ജീവിയുടെ അസ്ഥി കഷ്ണങ്ങളാണ്. ആഹാ, ഇത് നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റിയ അവസരമാണ്. ഹഹാ, ഇത് നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള പറ്റിയ അവസരമാണ്. എങ്ങനെ? പറയാം. ഈ അസ്ഥികൾ കൂട്ടി യോജിപ്പിച്ച് ഒരു ജീവിയുടെ രൂപമുണ്ടാക്കാൻ എനിക്ക് കഴിയും. ആഹാ, എങ്കിൽ അതിന് മാംസമൊക്കെ ഞാൻ നൽകാം. എങ്കിൽ ഞാൻ അതിന് ജീവനും നൽകാം. ബേഷ്. ഉടനെ ആദ്യത്തെ പണ്ഡിതൻ മന്ത്രം ചൊല്ലി. അതോടെ ആ എല്ലുകൾ കൂടിച്ചേർന്നു. ഉടൻ രണ്ടാമൻ മന്ത്രം ചൊല്ലി. ഉടനെ മാംസവും വന്നു ചേർന്ന സിംഹരൂപമായി. ഉടൻ നാലാമൻ പറഞ്ഞു, കൂട്ടരെ, ഇതൊരു സിംഹമാണ്. ജീവൻ കിട്ടിയാൽ അവൻ നമ്മെ ശരിയാക്കും. നീ പോടോ. മൂന്നാമൻ മന്ത്രം ചൊല്ലാൻ തുടങ്ങിയതും നാലാമൻ ഓടി മരത്തിൽ കയറി. അയ്യോ! അപ്പോഴാണ് പണ്ഡിതന്മാർക്ക് ചെയ്ത അബദ്ധം മനസ്സിലായത്. പക്ഷേ ഓടിക്കോ! സിംഹം അവരുടെ കഥ കഴിച്ചിട്ട് കാട്ടിലേക്ക് പോയി. നാലാമൻ ഇതെല്ലാം കണ്ടു വിഷമിച്ചു. അല്പം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങി. ഏതു കാര്യം ചെയ്യുമ്പോഴും ആലോചിക്കണമെന്ന് അവർ ഓർത്തില്ല.